നമുക്ക് പ്രൊജക്ടർ ചെറിയ ബഡ്ജറ്റ് പ്രൊജക്ടർ മുതൽ ഹൈ എൻഡ് പ്രൊജക്ടർ വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു 7,000 രൂപ 8,000 രൂപയ്ക്ക് നമുക്കൊരു മീഡിയം പ്രൊജക്ടർ കിട്ടും. പക്ഷേ അതൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും റെക്കമെൻഡബിൾ അല്ല. വെറുതെ മേടിച്ച് വെക്കാം. എപ്സൺ പോലുള്ള ബെൻക്യു പോലുള്ള ഒരു 60,000-70,000 രൂപയുടെ ഹോം സിനിമ പ്രൊജക്ടറുകളാണ് ഇതിലേക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് നമുക്ക് സ്ക്രീൻ എത്ര ഇഞ്ച് വേണമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊജക്ടർ മുകളിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഫോക്കൽ ലെങ്തിലാണ് ഇത് കൃത്യമായിട്ട് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഫ്രണ്ടിലേക്ക് വരും തോറും സ്ക്രീനിൻ്റെ സൈസ് കുറയും. എന്നാലും നമുക്ക് ഫ്രണ്ട് പ്രൊജക്ഷൻ കിട്ടുന്ന പ്രൊജക്ടറുകളുണ്ട്, നല്ല എക്സ്പെൻസീവാണ്. ജസ്റ്റ് തൊട്ടടുത്ത് വെച്ചിട്ട് തന്നെ നമുക്കൊരു 200 ഇഞ്ചിലൊക്കെ ഇത് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സിമ്പിളായിട്ട് ഹോം തിയേറ്ററിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ 1,00,000 രൂപയിൽ താഴെ അടിപൊളി ഹോം തിയേറ്റർ നമുക്ക് ചെയ്തെടുക്കാം. ഇതിൽ തന്നെ നമുക്ക് LCD അല്ലെങ്കിൽ LED TV-കൾ നമുക്ക് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അതിനൊരു ഫീൽ കിട്ടത്തില്ല. എന്നാൽ നമുക്ക് പിന്നെ പവർ ഒബ്സർവേഷൻ കുറവായിരിക്കും, മറ്റതിനെ അപേക്ഷിച്ചിട്ട് പെർഫെക്റ്റ് സാധനമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സാധനം പറയുകയാണെങ്കിൽ, ഞാൻ ലോക്കലി വർക്ക് ചെയ്ത ഒരു ഹോം തിയേറ്ററാണ് ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്നത്. സാധാരണ TV ആണ്, പ്രൊജക്ടറൊന്നുമില്ല, പക്ഷെ സൗണ്ട് അടിപൊളിയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ചെയ്ത് തന്നതാണ്. JBLൻ്റെ സ്പീക്കറെല്ലാം മേടിച്ചിട്ട് ഒരു ആമ്പ് ചെയ്ത് ആ രീതിയിൽ നമുക്കിത് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ബെറ്റർ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ റൂം തന്നെയാണ്. പലപ്പോഴും നമ്മൾ രണ്ടാമത് ചെയ്യുന്ന റൂമുകളിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കയറി വരുന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ ഡോർ ഉണ്ടാവുക. അത് നമുക്ക് ഭയങ്കര ഒരു അലോസരമായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക.